ലഹരി വിൽപ്പനയും ഉപയോഗവും കർശനമായി നിരോധിച്ചിരിക്കുന്നു. കഞ്ചാവ്, MDMA മുതലായ നിരോധിത ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പനയും ഉപയോഗവും എവിടെ കണ്ടാലും നാട്ടുകാരുടെ കയ്യിൽ നിന്നും അടികിട്ടും. ഇക്കാര്യത്തിൽ യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാവില്ല. അതിനെ ചോദ്യം ചെയ്യാൻ വരുന്നവർക്കും ഈ അടി ബാധ. ഹലോ, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട, സമയം 12:30 മണി കഴിഞ്ഞു. എല്ലാവരും അത്യാവശ്യം നല്ല ഉറക്കത്തിലായിരിക്കും. ഞാൻ ഉറങ്ങാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോഴേ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും നമുക്കെല്ലാവർക്കും അറിയാം. കൊച്ചുമക്കൾ 15-16 വയസ്സുള്ള കുട്ടികളുടെ കയ്യിൽ വരെ കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളാവട്ടെ, അല്ലെങ്കിൽ നാട്ടിലുള്ള ആളുകളാവട്ടെ, ഒരു ലോബി തന്നെ നമ്മുടെ നാട്ടിൽ ഇന്ന് വിലസിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പം നിലവിൽ നമ്മൾ കണ്ട കാഴ്ചകളും മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളടുത്ത പ്രദേശത്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നമുക്കറിയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു, നമ്മുടെ യുവാക്കൾ ഒന്ന് ശ്രമിച്ചാൽ, നമുക്കൊക്കെ പറ്റും, എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒന്ന് ശ്രമിച്ചാൽ, വെറും പോലീസിനെ തന്നെ ആശ്രയിക്കണ്ട. പോലീസുകാർ നമ്മൾ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ അവരും ഒന്ന് സ്ട്രോങ് ആയി ഉണർന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തീരാവുന്ന പ്രശ്നങ്ങൾ തന്നെ ഉള്ളൂ. ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെയൊക്കെ വീടുകളിലുണ്ടാകുന്ന 15, 16, 17, 18 വയസ്സുള്ള കുട്ടികളുടെ കയ്യിൽ കഞ്ചാവ് എത്തിച്ച് കൊടുത്ത് അതിനെ ഒരു ലോബിയാക്കി മാറ്റി ആ കുട്ടിയെ കൊണ്ടത് വിൽപ്പന നടത്തുന്ന രീതിയിൽ, ആ കുട്ടി അത് വിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടുകാർ ഇന്നിപ്പോൾ അത് പല വിഷയങ്ങളും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ, ഇതിനെതിരെ എങ്ങനെ പ്രവർത്തിക്കാം, ഏത് രീതിയിൽ നീങ്ങാം, ഇതെങ്ങനെ തുടച്ചു നീക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് എല്ലാവരും കൂടിയിരുന്ന് ചിന്തിക്കേണ്ട സാഹചര്യം തന്നെയാണ്. അത് കമ്മിറ്റി ആയിട്ടാണെങ്കിലും ക്ലബിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും പൊതുജനാഭിപ്രായത്തിലാണെങ്കിലും എല്ലാ രീതിയിലും ഇരുന്ന് പൊതുജനങ്ങൾ മൊത്തത്തിലിരുന്ന് വർഗരാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കൂടി ആലോചിച്ച് നമ്മളെല്ലാവരെയും ബാധിക്കുന്ന വിഷയങ്ങളാണ്. മക്കളുള്ള എല്ലാവർക്കും ഇത് ബാധകമാണ്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ, ഏതെങ്കിലും സാഹചര്യത്തിൽ മക്കൾ ഇതിലകപ്പെട്ടു പോകും എന്ന് തന്നെ നമ്മൾ കരുതണം. നമ്മളൊക്കെ എത്ര വലിപ്പത്തരം പറഞ്ഞാലും വലിയ വർത്തമാനം പറഞ്ഞാലും നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വളർന്നു വരുന്ന മക്കളുടെ കയ്യിലേക്ക് ഈ സാധനം എത്തിച്ചു കൊടുക്കുന്ന ആളുകളും അവരെ മറ്റുള്ള രീതിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന മനസ്സിലാക്കുന്ന ഓരോ കാര്യങ്ങൾ. ഈ ചെറിയ കുട്ടികളെ പല രീതിയിലും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ ലോബികൾ. അപ്പോൾ അതിനെ എതിരെ പ്രവർത്തിക്കാൻ എല്ലാവരും സന്നദ്ധരായി മുന്നിട്ടിറങ്ങണം, ഇറങ്ങിയേ പറ്റൂ എന്നുള്ളൊരു സാഹചര്യമാണ് നിലവിലിപ്പോൾ നാട്ടിലുള്ളത്. അപ്പോൾ നമ്മളൊക്കെ ഒന്ന് ഇറങ്ങി തിരിച്ച് എല്ലാവരും ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ ഒരുപക്ഷെ ഒരുവിധപ്പെട്ട കേസുകളൊക്കെ നമുക്കിവിടെ ഒതുക്കാൻ പറ്റും. മദ്യവിൽപ്പന ആവട്ടെ, കഞ്ചാവിൻ്റെ വിൽപ്പന ആവട്ടെ, MDMA എന്തോ ആവട്ടെ, ലഹരി പദാർത്ഥങ്ങൾ എന്തോ ആവട്ടെ. അപ്പോൾ കുറച്ചൊക്കെ ആളുകൾ അതിനകത്ത് ജാഗ്രത പാലിക്കണം എന്നൊരഭിപ്രായം എനിക്കുണ്ട്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കുന്നുണ്ടാവും. കാരണം അങ്ങനെയാണല്ലോ മക്കളുള്ളവരും. എല്ലാവരുടെയും അഭിപ്രായം അതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് എല്ലാവരും ഒന്ന് ഉണർന്ന് ചിന്തിക്കണം എന്നും കൂടി എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുണ്ട്. ഓക്കെ.